നമസ്കാരം, AR പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ 3 ദിവസം കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വൈൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബീട്രൂട്ട് വൈന് വളരെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. നമ്മുടെ ബീട്രൂട്ട് വൈന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് കഴുകി എടുത്തിട്ട് വരാം. നമ്മുടെ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ബീട്രൂട്ട് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതെല്ലാം നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഒരു 2-3 വിസിൽ കേൾക്കത്തക്ക രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എങ്കിൽ മാത്രമേ ബീട്രൂട്ടിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് കുക്കർ വെച്ച് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ടും കറുകപ്പട്ടയും എല്ലാം കൂടെ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 വിസിൽ കേട്ടപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഇതേപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ കുക്കറിലെ ബീട്രൂട്ടെല്ലാം നന്നായിട്ട് തണുത്ത ശേഷം നന്നായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് തണുത്തിട്ട് വേണം അരിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.25 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 1.25 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ കുറേശ്ശെ പഞ്ചസാര ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് അലിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റാവണം. പിന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന തവിയാണേലും പാത്രമാണെങ്കിലും ഇതിലൊന്നും ഒരു തുള്ളി പോലും ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വൈൻ പെട്ടെന്ന് കേടായിപ്പോവും, അതുപോലെ വല്ലാണ്ട് അങ്ങ് പുളിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ പണ്ട് എല്ലാവരും ഇതുപോലെയുള്ള തടിയുടെയൊക്കെ ഇതുപോലെയുള്ള തവികളൊക്കെയാണ് ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുമ്പ് 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പഴം വെച്ചുള്ള ഒരു വൈനും അതുപോലെ മുന്തിരി വെച്ചിട്ടുള്ള വൈനും നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണേണ്ടവർക്ക് കയറി കാണാം. ഞാൻ മുകളിൽ ടാഗ് ചെയ്തേക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിടി ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ സാധാരണ വൈൻ ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. നല്ല സ്ട്രോങ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ഗോതമ്പൊക്കെ ഇടുമ്പോൾ നല്ല ഒരു വീര്യം നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോതമ്പ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനിപ്പോൾ ഒരു 1.25 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് മധുരം ഇനിയും പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു 1.25 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഒരു സാധനത്തിലും വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവരുത്. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഞാനിതൊരു ജാറിലേക്ക്, ഒരു ഗ്ലാസ് ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വരാം. ഞാനൊരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമുക്ക് തുളുമ്പി അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത്. 3/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇത് നന്നായിട്ട് അടച്ച് ഞാനൊരു തുണിയും കൂടെ വെച്ച് അടയ്ക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ അടപ്പ് ചെറുതായിട്ടൊന്ന് ലൂസാണ്. അപ്പം ഞാനൊരു തുണിയും കൂടെ വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഞാനിതിപ്പം വൈകിട്ട് ഒരു 6 മണിയോളമായി ഞാനിതുണ്ടാക്കി വെച്ചപ്പം. നാളെ നമ്മൾ 3 ദിവസം കൊണ്ടാണ് ഈ വൈൻ റെഡിയാക്കി എടുക്കുന്നത്. നാളെ ഇതേ സമയത്ത് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. അങ്ങനെ അടുത്ത ദിവസം വെച്ച് കൊടുത്ത് 3ാമത്തെ ദിവസമാണ് ഇത് ശരിക്കും വൈനായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നാളെ ഇതേ സമയത്ത് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഞാനൊരു തുണി വെച്ച് ആദ്യം ഒരു തുണി വെച്ച് കെട്ടിയ ശേഷം ഞാൻ അതിൻ്റെ നമ്മുടെ ജാറിൻ്റെ ലിഡും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ ആദ്യം നമ്മുടെ ഗ്ലാസ് ജാറ് ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ ലിഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ
ഇതിപ്പോൾ ഭദ്രമായിട്ട് കുറച്ച് ഇരുട്ടൊക്കെ ഉള്ളൊരു ഭാഗത്ത് കൊണ്ടുവന്ന് നല്ല സുരക്ഷിതമായിട്ട് നമുക്ക് കൊണ്ടുവെക്കാം, പ്രാണികളൊന്നും കയറാതെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുണി വെച്ചിട്ടും കൂടെ അടച്ച് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് നാളെ ഇതേ സമയത്തെടുത്ത് ഒന്നും കൂടെ നമ്മൾ ഉപയോഗിച്ച് ആ തവിയുടെ ആ സ്പാറ്റിൽ വെച്ച് തന്നെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നാളെ വെക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് നല്ല ഭദ്രമായിട്ട് നല്ല ആരും തട്ടി താഴെയൊന്നും ഇടാത്ത ഒരു ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കാം. നമ്മുടെ വൈൻ കണ്ടോ, ഇന്നലെ ഇതേ സമയത്താണ് നമ്മൾ കെട്ടി വെച്ചത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വൈനിൻ്റെയൊക്കെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിനി വെള്ളമയം ഒട്ടും ഇല്ലാത്ത ഒരു തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. നാളെ ഇതേ സമയത്ത് നമുക്കെടുക്കാം. അപ്പം നമുക്കിതെല്ലാം നേരത്തെ കെട്ടി വെച്ച പോലെ ആദ്യം തുണിയിട്ടൊന്ന് കെട്ടിയ ശേഷം പിന്നെ ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് നമുക്ക് നല്ല ഭദ്രമായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ വൈൻ നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം അതുപോലെ തന്നെ നമ്മൾ കെട്ടി വെച്ച പോലെ തന്നെ എല്ലാം നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ ഇതേ സമയത്തെടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് അരിച്ച് ബോട്ടിലൊക്കെ വെക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ഇതുപോലെ കെട്ടി എല്ലാം സുരക്ഷിതമായിട്ട് വെക്കാം. നമ്മുടെ വൈൻ ഉണ്ടാക്കി വെച്ചിട്ട് 3ാമത്തെ ദിവസമാണിത്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈൻ്റെ നല്ല മണം വരുന്നുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല വൈൻ്റെ മണം വരുന്നുണ്ട്. നമുക്കിനി ഒന്ന് വെള്ളമയം ഒന്നുമില്ലാത്ത ഒരു തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നല്ലതായിട്ട് പതഞ്ഞ് വരുന്നുണ്ടല്ലോ, കാണിച്ച്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നല്ല ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അരിച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ടാണ്. നമുക്ക് ഈ ഗോതമ്പ് മണികളൊക്കെ ഇതി കിടപ്പുണ്ട്, നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ വൈനെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം. നമ്മുടെ വൈനെല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വൈനെല്ലാം ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലൊന്ന് ഒഴിച്ച് നോക്കിയാലോ. എങ്ങനെയുണ്ട് നമ്മുടെ വൈനെന്നൊന്ന് കുടിച്ച് നോക്കിയാലോ. ഞാനൊരു ഗ്ലാസ്സിലേക്കൊന്ന് പകർന്നു വെക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളൊന്ന് പകർന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കുടിച്ച് നോക്കാം. ഇന്നലെ തന്നെ ഞങ്ങൾ ഓരോ സ്പൂണൊന്ന് കുടിച്ച് നോക്കി. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല വൈനാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ബീറ്റ്റൂട്ടൊക്കെ ഒരുപാട് കിട്ടുന്നതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കുടിക്കുമ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റ് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വൈൻ വരുന്നത്. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ ഒരു വൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.